സെൽവമുരുക, മിസ്റ്റർ മുരുകൻ, മുരുകൻ നായിഡു. മാം, എന്താ മാം പറയ്. എന്താ അവിടെ ചെയ്യുന്നേ? സോറി മാം, ഭയങ്കര ക്ഷീണമായിരുന്നു, അതുകൊണ്ടൊന്ന് കുടിച്ചു. വരൂ, ഫുഡ് റെഡി ആയിട്ടുണ്ട്, കഴിക്കാം. ഇല്ല ഒന്നും സാരമില്ല, മാഡം കഴിച്ചോളൂ. അകത്തേക്ക് വരാൻ മടിയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ബാൽക്കണിയിൽ ഇരുന്ന് കഴിക്കാം. മാഡം പോയിക്കോ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ സാറേ, ഒരു സിഗരറ്റ് തരുമോ സാറേ? ഓ, ഞാനെന്താ ഇവിടെ മാടക്കട നടത്താണോ? താൻ ചോദിക്കുമ്പോൾ സിഗരറ്റ് എടുത്ത് തരാനായിട്ട്? അല്ല സാറേ, വാങ്ങിക്കുന്നത് എനിക്ക് തന്നെ തികയില്ല, അതിനിടയ്ക്ക് തനിക്ക് തരാമെന്ന്. പോടോ സാർ, ഒറ്റ ഒരെണ്ണം തന്നാ മതി സാറേ. ശരി വാ. അയ്യോ, മേഡം എങ്ങാനും കണ്ടാലോ? താൻ എന്നെ പറഞ്ഞ് പഠിപ്പിക്കാനോ നിൽക്കണ്ട. വാ വാ വാ. ഒരു പെണ്ണാണെന്ന് പോലും കൺസിഡർ ചെയ്യാതെ ഇത്രയും ബ്രൂട്ടലായിട്ട് അവളെ കൊന്നു കളഞ്ഞു. ആ സൈക്കോ ഷാം ഈസ് സോ ഇൻഹ്യൂമൻ. ഐ വിൽ കിൽ ദാറ്റ് ബാസ്റ്റർഡ്. എനിക്ക് അപ്പോഴേ ഉറപ്പായിരുന്നു സൈക്കോ ശ്യാമായിരിക്കും ഇതിന്റെ എല്ലാം പുറകിലെന്ന്. നീ ഒറ്റൊരുത്തി കാരണം ആ പാവം അഞ്ജലി ഞാൻ ഇത്രയും കാലം ഒരു സംശയത്തോടെ കണ്ടിരുന്നത്. സോറി ഭാർഗവ്, ഐ വാസ് റോങ്. ആ സൈക്കോ ഷാം അഞ്ജലിയെ ഇല്ലാതാക്കിയ സ്ഥിതിക്ക്, ഓ മൈ ഗോഡ്, ഗസ്റ്റ് ഹൗസിൽ ചേച്ചി അന്വേഷിച്ച് പോയിട്ടുണ്ടാവില്ലേ? അയ്യോ ഭാർഗവ്, ഒന്ന് വേഗം വിട് പ്ലീസ്. റിയ, ചേച്ചി ഈസ് മച്ച് സ്ട്രോങ്ങർ ആൻഡ് വൈസർ ദാൻ വി ഓൾ തിങ്ക്. ആ സൈക്കോ ശ്യാം വിചാരിച്ച ചേച്ചി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യു നോ ഇറ്റ് ബെറ്റർ. യെസ്, ഐ നോ. ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട് മാഡം. ഏയ്, പതുക്കെ കഴിക്കാം. ആരോ എന്നെ കുറിച്ച് ഓർക്കുന്നുണ്ട്. ആര്? ഗേൾ ഫ്രണ്ടാ അതോ വൈഫോ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ? അതൊന്നും അല്ല മാഡം, ഞാൻ ഓൾറെഡി കുടിച്ചിരിക്കുന്നോണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. അത് കുഴപ്പമില്ല, പറയ്. കുറെ കാലം ജോലി ചെയ്ത് ഒറ്റാന്തടിയായിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞതാ ഞാൻ. കല്യാണം കഴിച്ചേ പറ്റൂന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അമ്മ എന്നെ ആ കുഴിയിലേക്ക് തള്ളിയിട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാണും ഒരു പെണ്ണും ഉണ്ട്. അവർക്ക് സെക്സ് ചെയ്യാനായിട്ട് കല്യാണം എന്ന് പറയുന്ന വലിയൊരു ഡ്രാമ കളിക്കേണ്ട കാര്യമെന്നാ. ലൈഫിൽ ഒന്നിനെ കുറിച്ചും ചിന്തിക്കരുത്. എന്നും ഒരേ ഭക്ഷണം കഴിച്ച് 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 ബോറടിച്ച് തുടങ്ങിയെന്നേ. അതുകൊണ്ട് ഞാനങ്ങ് ഡൈവേഴ്സ് ചെയ്ത്. മനസ്സിലായോ? സോറി മാഡം, തെറ്റിദ്ധരിക്കൊന്നും ഇല്ലല്ലോ അല്ലേ? സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സെക്സില് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. മാഡം ബാക്കി പറയേ. ഇതുപോലെ സുന്ദരികളായ സ്ത്രീകളെ കല്യാണം കഴിച്ച് എല്ലാ ദിവസവും സെക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ദിവസം വല്ലാതെ കുടിച്ചപ്പോ ഞാൻ കുറച്ച് ഓവറായി പോയി. അവളെ കൊണ്ടത് താങ്ങാൻ പറ്റിയില്ല. അവള് ചത്തുപോയി. പുഴയിലേക്ക് എറിഞ്ഞിട്ട് ഞാനും കൈ കഴുകി. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം തന്നെ അപ്സരസ് പോലൊരു പെങ്കൊച്ചിനെ എനിക്ക് കിട്ടി. ആഹാ, അവൾ എന്നെ എപ്പോഴും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. XX ക്രോമസോം, XY ക്രോമസോം, ബയോളജി, സുവോളജി, സെക്സ്, അട്രാക്ഷൻ. That's it. നായിന്റെ മോനെ, എങ്ങനെയാണ് ഒരു പെണ്ണിനെ കുറിച്ച് ഇത്ര മോശമായി സംസാരിക്കുന്നത്? നിന്നെ ഇന്ന് ഞാൻ കൊല്ലുവട ദ്രോഹി. സ്ത്രീകളെ പറ്റി എന്താ നീ കരുതിയേ? ഒരു വിലയില്ലാത്തവരാണല്ലോ. സെക്സിന് വേണ്ടി മാത്രമാണ് ഒരു പെണ്ണ്. ബയോളജിയോ, ക്രോമസോമോ, അട്രാക്ഷനോ? കാമഭ്രാന്തനായ നീ ഇനി ജീവിക്കണ്ട. The clock struck 12. The moon struck 12.
get it on. Things began to hurt. We picked up the good, just as a cloud. Get it on. We take the mask, your fingers, get it on. നിങ്ങളിത് എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മാഡം. ഞാൻ നോക്കിയപ്പോ കണ്ടില്ലല്ലോ. ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി അങ്ങോട്ടൊന്ന് മാറിയതേ ഉള്ളൂ. സോറി മാഡം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ദയവേത് എങ്ങോട്ടും പോരുത്. ഇവിടെ തന്നെ ഉണ്ടാവണം. രോഹൻ ജോഗിങ്ങിന് പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. ആ മാഡം ഇതേ രോഹൻ സാർ വരുന്നുണ്ടല്ലോ. രോഹൻ ആ, എവിടെ പോയി കിടക്കായിരുന്നു? എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. എനിക്ക് ഭയങ്കര പേടിയാവുക. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു അവിടുന്ന്. വേണ്ട, നമുക്കിനി ഇവിടെ നിക്കണ്ട രോഹൻ. വാ രോഹൻ. എങ്ങോട്ട് എങ്ങോട്ട് പോവാനാ? നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നേ. റിലാക്സ്. ഇവിടെ ശബ്ദമൊന്നുമില്ല. എല്ലാം നിന്റെ തോന്നല് മാത്രമാ. പ്ലീസ് രോഹൻ, എനിക്കിവിടെ താമസിക്കണ്ട. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എന്റെ അമ്മയുടെ വീടുണ്ട്. നല്ല ശാന്തമായ ഒരു സ്ഥലമാണ്. മഴവിൽ കൊട്ടാരം, റെയിൻബോ ഹൗസ്. അവിടെ എത്തുമ്പോ മാത്രമേ എന്റെ മനസ്സിന് ശാന്തി കിട്ടുള്ളൂ. വാ, നമുക്ക് പോവാം. ശരി, ഒരു നിമിഷം നിൽക്ക. എവിടേക്കാ പോകുന്ന രോഹൻ? ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിയിട്ട് വരാന്നേ. ഒന്നും വേണ്ട, വാ. കാറിന്റെ താക്കോലെങ്കിലും ഞാനൊന്ന് എടുക്കട്ടെ. നീ നിക്ക്. നിനക്ക് സമാധാനം കിട്ടുന്നത് ആ റെയിൻബോ ഹൗസിലാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് തന്നെ പോകും.